ഹലോ നമസ്തേ കംഫർസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ പുതിയ സിനിമ കണ്ടന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ സിനിമ കണ്ടന്റ് എന്താണ്? സിനിമ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ L360 തലമുറത്തിലെ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് വന്നു. ഇന്നലെ അങ്ങോട്ട് ഷൂട്ടിംഗ് തുടങ്ങി, ഇന്ന് പോസ്റ്റർ. അത്രേ ഉള്ളൂ. നമ്മളെ ലാലേട്ടൻ താടിയൊക്കെ പഠിച്ച് നല്ല മീശയൊക്കെ പിരിച്ച് ഇങ്ങനെ ഒരു കിടില ലുക്കിലാണ്, പോലീസ് വേഷത്തിലാണ്. അപ്പോൾ ഇതിൽ കണ്ടാൽ തന്നെ അറിയാം, സിമ്പിള് ഒരു ഫാമിലി മാനായിട്ടാണ് വന്നത്. ബാഗ് തൂക്കി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് സിൽപ്പറൊക്കെ ഇട്ടാകത്ത് കയറി വന്നേക്കാണ്. അപ്പൊ എന്താ ഡ്യൂട്ടി കള്ള നോട്ടാണ്. അപ്പൊ അടുക്കളയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് എന്താ അത് എന്നുള്ള ഒരു പരുവത്തിൽ നിൽക്കുകയാണ്. മീര ജാസ്മിൻ ആയിരിക്കാം. മീര ജാസ്മിൻ ആണ് പേരെന്ന് കേട്ടപ്പോ മീര ജാസ്മിൻ ആയിരിക്കാം അടുക്കളയില്. എന്താണ് തുടരും വൈബ് തന്നെയാണ്. സെയിം ഇതാണ്, പ്ലാറ്റ് ആണ് പിടിച്ചേക്കണത്. വീടൊക്കെ കണ്ട നമ്മള് ഒരു പഴയ വീട്, ഒരു സാധാരണ ഓർഡിനറി മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു സെറ്റപ്പ് തന്നെയാണ്. കുരിശുണ്ട്. താണ്ട ഇവിടെ എന്തൊരു ഒരു യേശുവിന്റെ അപ്പൊ ക്രിസ്ത്യൻ ആയിരിക്കും ആള്. പിന്നെ ലാലേട്ടന്റെ ക്യാരക്ടർ നെയിം ഇവിടെ സൈൻ ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ തന്നെ ആയിരിക്കാം. ലവ് ലെജൻ എന്നാണ് ക്യാരക്ടർ നെയിം. ലാലേട്ടൻ തന്നെ എഴുതിയേക്കണം. അതാണിത്. അപ്പൊ ടൈറ്റില് പറഞ്ഞിട്ടില്ല. നമ്മള് അതിന്റെ ചെറിയൊരു കാര്യം പറയാം, അവിടെ നിക്കട്ട്. ഇപ്പൊ ഇതില് സ്റ്റോറി എങ്ങനെയായിരിക്കും, നീ എന്ത് പറയാ? ഞാൻ പറയണ കുടുംബം ഈ വീട്ടിലോട്ട് വരുമ്പോ ഒരു ഫാമിലി മാനായും സ്റ്റേഷനിൽ വരുമ്പോ അറിയാലോ എങ്ങനെയാണെന്ന്. അതൊക്കെ അറിയാം. റൂമർ എന്ന് വെച്ചാൽ കിട്ടില്ല ഫൈറ്റ് സീൻ. അത് പിന്നെ ലാലേട്ടന്റെ സിനിമ, ലാലേട്ടൻ ഉപയോഗിക്കുമ്പോ ഫൈറ്റ് സീൻ എന്തായാലും വേണം. ഒരു എസ് എന്നിട്ട് പറഞ്ഞേക്കണം. പിന്നെ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഫാമിലിക്ക് ഇടയിൽ തന്നെ നമ്മൾ ദൃശ്യം വൈബ് പോലെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുകയും അത് വേറൊരു രീതിയിൽ ലാലേട്ടൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതും അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളായിരിക്കാം. ത്രില്ലർ മൂഡ് ആയിരിക്കും. ത്രില്ലർ മൂഡ് പിടിച്ചാലേ വർക്ക് ആവുള്ളൂ അല്ലേ ആ ഒരു സാധനം. അപ്പൊ തുടരും ഹിറ്റാവാൻ അത്രയും കാരണം തന്നെ അത് ഫാമിലി ഇമോഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇതും സ്വാഭാവികമായിട്ടും ആവാനാണ് ചാൻസ്. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് അതെന്താണ്, ലാലേട്ടൻ ഫാൻസിന് വേണ്ടി, എൽ ഫാൻസിന് വേണ്ടി കുറെ സാധനങ്ങളും കൂടെ ആഡ് ചെയ്ത പക്കയായി പടം. അങ്ങനെ ആഡ് ചെയ്യണ കാര്യം അല്ല, അങ്ങനെയും കൂടെ വേണമല്ലോ ഇപ്പൊ ലാലേട്ടന് യൂസ് ചെയ്യുമ്പോ. ഇപ്പൊ നമ്മള് ആരും പ്രതീക്ഷിക്കാതെ അല്ലേ മറ്റേ സ്റ്റേഷനിൽ അടി ഉണ്ടാക്കിയിട്ട് ചാടി ചെയ്ത്, അതൊക്കെ നമ്മള് അത് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഇത് പോലീസ് ഓഫീസർ ആണല്ലോ, അപ്പൊ അതിനുള്ള അടിയൊക്കെ മതി. അത്രേ ഉള്ളൂ. ആ ഒരു സാധനം കിട്ടിയാൽ മതി. വേറെ എന്തായാലും മീശയൊക്കെ ഇത്രയായാലും മീശ പിരിക്കുമല്ലോ, അത്രേ ഉള്ളൂ. വേറെ കൂടുതൽ ഇതൊന്നുമില്ല. അപ്പൊ പിന്നെ നമ്മൾ ചെറിയ റൂമർ കേട്ട് പടത്തിന്റെ ടൈറ്റിൽ എന്തായിരിക്കും, അതാണ് നമ്മൾ ഇനി പറയാൻ പോണ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ പടത്തിന്റെ ടൈറ്റിൽ ഒന്ന് ഗസ് ചെയ്യണവർക്ക് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പടത്തിന്റെ ഒരു ടിക്കറ്റ് നമ്മളങ്ങ് സ്പോൺസർ ചെയ്യും കറക്റ്റ് ഗസ്സിന്. പിന്നെ ഇത് നമ്മൾ കേട്ട റൂമറിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയണത്. അപ്പൊ നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. ഇനി നാളെ ഇത് തെറ്റാണെങ്കിൽ വന്ന് ഇതിന്റെ അടിയിൽ ഒന്ന് പൊങ്കാലയൊന്നും ഇടാൻ നിൽക്കേണ്ട ഉള്ള കാര്യം ഞാൻ പറയാം. അപ്പം പടത്തിന്റെ ടൈറ്റിലിന്റെ ഒരു ചെറിയ 3-4 ലെറ്റേഴ്സ് മാത്രം പറയാം. മൊത്തം 9 ലെറ്റർ ഉണ്ട്. അതിൽ ആദ്യത്തെ അക്ഷരം എം ആണ്. പിന്നെ എന്താണ് 2, 3, 4-ാമത്തെ അക്ഷരം എ ആണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് അക്ഷരവും എ ആണ്. എം, 4-ാമത്തെ അക്ഷരം എ, ലാസ്റ്റ് അക്ഷരം എ. ഇങ്ങനെയാണ് പോണത്. 9 ലെറ്റർ 6 കണ്ടുപിടിക്കണം. അപ്പൊ ഇത് വെറും റൂമറാണ്, ഇതൊന്നും പറയില്ല, അത്രേ പറയുള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ടത് ഒന്ന് ഗസ് ചെയ്ത് നിങ്ങൾ കമന്റുകളിലൊക്കെ ഇടുക. നിങ്ങൾ കറക്റ്റ് ആയിട്ട്. പിന്നെ ഇത് തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന പേര്. തരുമൂർത്തിയുടെ ഒരു എന്താണ് സ്വഭാവം വെച്ചിട്ട് ഇപ്പൊ തുടരും, അല്ലെങ്കിൽ സൗദി വെള്ളക്കിയ എന്നൊക്കെ ഇടുമ്പോലെ എന്തെങ്കിലും ഒരു വെറൈറ്റി പേരായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്, ഫ്രഷ് പേരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതും സജസ്റ്റ് ചെയ്യാം. നമുക്ക് പടത്തിന്റെ ടൈറ്റിൽ അവർ റിവീൽ ചെയ്യുമ്പോൾ നമുക്കത് നോക്കാം ശരിയാണെന്ന്. അപ്പൊ ശരി പറയുന്ന ഒരാൾക്ക്, ഗസ് ചെയ്യുന്ന കറക്റ്റ് ഒരാൾക്ക് നമ്മൾ ഒരു ടിക്കറ്റ് അങ്ങ് സ്പോൺസർ ചെയ്യും. തരുമൂർത്തി ഇങ്ങനത്തെ പേരെ ഇടുള്ളൂ, മറ്റേ മോഹൻലാൽ തുടരും അങ്ങനത്തെ പേരല്ല ഇടുള്ളൂ. എന്റെ ഇത് വെച്ചിട്ട് വല്ല മോഹം എന്നൊരു സാധനം ആയിരിക്കും. മോഹം അങ്ങനെ ഒരു സാധനം ഇടുള്ളൂ, കാരണം ഫാൻ ബോയ് ആണല്ലോ. അങ്ങനെ ഒരു സാധനം. അപ്പൊ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് ഇടുക. നമ്മളും ഗസ്സിങ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഭാഗ്യശാലിക്ക് നമ്മൾ ടിക്കറ്റ് അങ്ങ് സ്പോൺസർ ചെയ്യാം. അപ്പൊ അത്രയൊക്കെ ഉള്ളല്ലേ, വേറെ ഒന്നും പറയാനൊന്നും ഇല്ലല്ലോ. അപ്പൊ പുതിയ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി കപ്ലിക്സ് ലൈക്ക്